എല്ലാവരുടെയും നിത്യജീവിതത്തിൽ വളരെ വിലയേറിയ ഒന്നാണ് സമയം. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സമയം എല്ലാവർക്കും തുല്യമാണ്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന് നമുക്കറിയാം. നമ്മളാണ് നമ്മുടെ ആകെയുള്ള സമയത്തെ ഫലപ്രദമായി വിനിയോഗം ചെയ്യേണ്ടത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ മനുഷ്യൻ വളരെ സ്വാർത്ഥനാണ്. സ്വന്തം കാര്യം മാത്രമാണ് എല്ലാവർക്കും വലുത്. ഇന്നത്തെ മനുഷ്യർക്ക് ഭക്ഷണത്തിൻ്റെ രുചി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. രാത്രി ഉറങ്ങാനും സമയമില്ല. സമയം പാഴാക്കി കളയാതെ ഫലപ്രദമായ രീതിയിൽ പൂർണ്ണമായും ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഓരോ ദിവസവും ഒരു കൃത്യമായ സമയക്രമം പാലിച്ച് മുന്നോട്ട് പോയാൽ ജീവിത വിജയം ഉറപ്പാണ്. എൻ്റെ ഒരു ദിവസത്തെ സമയക്രമം ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. രാവിലെ 8 മണിയാവുമ്പോഴേക്കും എൻ്റെ പ്രഭാത കർമ്മങ്ങളും അടുക്കളപ്പണിയും പൂർത്തിയാവും. ചോറ്, കറി, ഉപ്പേരി, പ്രഭാത ഭക്ഷണം, ചായ എല്ലാം റെഡിയാവും. പാത്രം കഴുകും, മുറ്റമടിക്കും. രാവിലെ 9:35 ആവുമ്പോഴേക്കും മോളെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടാക്കും. 10 മണിക്ക് ഞാൻ ബസ്സിൽ തച്ചമ്പാറ ഗിഫ്റ്റ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഷോർട്ട് ടൈം ഗാർമെൻറ്റ് മേക്കിംഗ് കോഴ്സ് പഠിക്കാൻ പോകും. രാവിലെ 10:30 അവിടെ എത്തും. ഉച്ചയ്ക്ക് 1:45 വരെ തുന്നൽ പഠിക്കുന്ന ക്ലാസ്സിലുണ്ടാവും. ഉച്ചയ്ക്ക് 1:45 തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ്സിൽ കയറും. 2:15 ആകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തും. 2:30 ആകുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കും. 2:30 മുതൽ 3:20 വരെ വിശ്രമം. ആ സമയത്ത് എൻ്റെ ജോലി വീഡിയോ എഡിറ്റിംഗ് ആണ്. 3:30 സ്കൂളിലെത്തും. മോളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരും. 4 മണിക്ക് ചായ ഉണ്ടാക്കുന്നു, മോൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. 4:30 തുണി അലക്കുന്നു. 5 മണിക്ക് അടിച്ചു വാരും. ശേഷം നാളേക്ക് കറി ഉണ്ടാക്കാനുള്ള കഷ്ണം നുറുക്കി വയ്ക്കും. തുണി മടക്കി വയ്ക്കും. വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു നാമം ചൊല്ലും. മോളെ ഹോംവർക്ക് ചെയ്യിപ്പിക്കും. മോളെ പഠിപ്പിക്കും. രാത്രി 8:30 അത്താഴം കഴിക്കും. 9 മണിയാകുമ്പോഴേക്കും പാത്രം കഴുകും. 9:30 ഉറങ്ങാൻ കിടക്കും. ഇതിൻ്റെ ഇടയിൽ കവിതാ രചന, വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോഴാണോ മനസ്സിൽ കവിത എഴുതാൻ തോന്നുന്നത് അപ്പോൾ എഴുതുക. അതാണ് എൻ്റെ പോളിസി. ഇതാണ് എൻ്റെ ഒരു ദിവസം. നിങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയാണോ? കൃത്യമായ സമയക്രമം ഉണ്ടോ? എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് എപ്പോഴാണ് കവിത എഴുതാനും വീഡിയോ എഡിറ്റിങ്ങിനും സമയം കിട്ടാറെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. താല്പര്യമുള്ള വിഷയം ആവുമ്പോൾ സമയം നമ്മൾ തീർച്ചയായും ഉണ്ടാക്കും. ശരിയല്ലേ? സമയനിയന്ത്രണം, സമയവിനിയോഗം ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.